വെൽക്കം ടു ക്യൂബിറ്റ് അക്കാഡമി. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന 2/11/2024 മുതൽ 8/11/2024 വരെയുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 25 കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ന്യൂസിലേക്ക് പോകാം. എന്താണ് ആദ്യത്തെ ന്യൂസ്? ഹൈലൈറ്റ്സ് ഓഫ് ദ COP16 ടു ദ CBD. എന്താണ് ന്യൂസിൽ വരാൻ കാരണം? Recently, the 16th edition of the Conference of Parties COP16 to the Convention of the Biological Diversity CBD concluded in Cali, Colombia. അപ്പോൾ ചോദിക്കാം, എവിടെയാണ് COP16 നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ്? ശ്രദ്ധിക്കുക, കാലി കൊളംബിയയിലാണ് എന്ത് ചെയ്യുന്നത് നടക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഏതുമായി റിലേറ്റഡ് ആയിരുന്നു? ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടായിരുന്നു. ഇനി ആ ഒരു മീറ്റിങ്ങിലെടുത്ത കീ ഹൈലൈറ്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് പറയുന്നത് എന്താണ്? ഓപ്പറൈസേഷൻ ഓഫ് ദി കാലി ഫണ്ടാണ്. എന്താണ് ഈ ഓപ്പറൈസേഷൻ ഓഫ് ദ കാലി ഫണ്ട്? ദ കാലി ഫണ്ട് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ടു എൻഷുർ ഫെയർ ആൻഡ് ഇക്വിറ്റബിൾ ഷെയറിംഗ് ഓഫ് ബെനിഫിറ്റ്സ് ഫ്രം ദി യൂസ് ഓഫ് ഡിജിറ്റൽ സ്വീക്വൻസ് ഇൻഫോർമേഷൻ DSI ഓൺ ജെനറ്റിക് റിസോഴ്സസ് ആണ്. രണ്ട് വരുന്നത് എന്താണ്? പെർമനൻറ്റ് സബ്സിഡറി ബോഡി. എന്താണ് ഈ പെർമനൻറ്റ് സബ്സിഡറി ബോഡി? ദ പാർട്ടീസ് agreed to establish a new permanent subsidiary body on the Article 8J that deals with preservation and maintenance of the knowledge, innovations and practices of indigenous people. ഇതാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പെർമനൻറ്റ് സബ്സിഡറി ബോഡി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വരുന്നത് എന്താണ്? റിസോഴ്സ് മൊബിലൈസേഷൻ ആണ്. എന്താണ് ഈ റിസോഴ്സ് മൊബിലൈസേഷൻ? ദ പാർട്ടീസ് agreed to develop a new strategy for resource mobilization to help secure $200 billion annually by 2030 to support biological initiatives worldwide. Okay, and പിന്നെ പറയുന്നത് എന്താണ്? നാഷണൽ ബയോഡൈവേഴ്സിറ്റി ടാർഗറ്റ് ആണ്. എന്താണ് ഈ നാഷണൽ ബയോഡൈവേഴ്സിറ്റി ടാർഗറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 119 countries out of CBD's 196 parties submitted national biodiversity target to help reach 23 km GBF ടാർഗറ്റ് എന്നുള്ള ഏതിൻ്റെ ഭാഗമാണ്? ഇതിൻ്റെ എന്താണ് ഒരു കീ ഹൈലൈറ്റ് ആയിട്ട് തന്നെ എന്താണ് പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റുമെന്നുള്ള ഏതിൻ്റെ ലക്ഷ്യമാണ്? ഇതിൻ്റെ ലക്ഷ്യമാണ്. പിന്നെ വരുന്നതാണ് ഏത്? സിന്തറ്റിക് ബയോളജി. എന്താണ് ഈ സിന്തറ്റിക് ബയോളജി എന്നുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? COP16 introduced a new thematic action plan to help address the inequalities through capacity building, technology transfer and knowledge sharing among developing countries ആണ്. പിന്നെ വരുന്നതാണ് ഏത്? ഇൻവേസീവ് അലൈൻ സ്പീഷീസ്. എന്താണ് ഇൻവേസീവ് അലൈൻ സ്പീഷീസ്? ഇറ്റ് പ്രപ്പോസസ് ഗൈഡ്ലൈൻസ് ഫോർ മാനേജിങ് ഇൻവേസീവ് അലൈൻ സ്പീഷീസ് ത്രൂ ദ ന്യൂ ഡാറ്റാബേസ്, ഇംപ്രൂവ്ഡ് ക്രോസ് ബോർഡർ ട്രേഡ് റെഗുലേഷൻസ് ആൻഡ് എൻഹാൻസ്ഡ് കോർഡിനേഷൻ വിത്ത് ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോംസ് ആണ്. ആൻഡ് പിന്നെ വരുന്നതാണ് ഇക്കോളജിക്കലി ഓർ ബയോളജിക്കലി സിഗ്നിഫിക്കൻറ്റ് മറൈൻ ഏരിയാസ്, EBSAs ആണ്. എന്താണ്? COP16 agreed on a new and evolved process to identify EBSAs എന്നുള്ള ഏതിൻ്റെ ഭാഗമാണ്? ഇതിൻ്റെ ഭാഗമാണ്. നെക്സ്റ്റ് വണ്ണാണ് ഇത് ഇന്ത്യാസ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്. എന്താണ് ന്യൂസിൽ വരാൻ കാരണം? റീസെൻ്റ്ലി ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI ഹാസ് reported that 102 countries of gold from the Bank of England and the Bank of International Settlements. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ന്യൂസിൽ വന്നിരിക്കുന്നത്. ഇനി ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് നോക്കുകയാണെങ്കിൽ എന്താണ് പറയുന്നത്? ദ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ആർ അസെറ്റ് ഹെൽഡ് ഓൺ റിസർവ് ബൈ എ സെൻട്രൽ ബാങ്ക് ഇൻ ഫോറിൻ കറൻസീസ് വിച്ച് ക്യാൻ ബി ഇൻക്ലൂഡഡ് ബോണ്ട്, ട്രഷറി ബിൽസ് ആൻഡ് അതർ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. അപ്പോൾ ഇതിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? ഒന്ന് ഫോറിൻ കറൻസീസ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ബോണ്ടുകൾ കാണാൻ പറ്റും, ട്രഷറി ബിൽസ് കാണാൻ പറ്റും, അതുപോലെ തന്നെ എന്താണ് ഗവൺമെൻറ് സെക്യൂരിറ്റീസും ഉണ്ട്. ആൻഡ് ഇന്ത്യാസ് ഫോറക്സ് റിസർവ് ഇൻക്ലൂഡ് ഫോറിൻ കറൻസി അസറ്റ്. ഇന്ത്യയുടെ ഫോറക്സ് റിസർവ് നോക്കുകയാണെങ്കിൽ എന്തൊക്കെ ഉണ്ട്? ഫോറിൻ കറൻസി അസറ്റ് ഉണ്ട്, ഗോൾഡ് റിസർവ് ഉണ്ട്, അതുപോലെ തന്നെ സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സും, അതുപോലെ തന്നെ എന്താണ് റിസർവ് ട്രെഞ്ച് പൊസിഷൻ വിത്ത് ദ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്നുള്ളതൊക്കെ ഏതിൻ്റെ ഭാഗമാണ്? ഇതിൻ്റെ ഭാഗമാണ്. ആൻഡ് പിന്നെ പറയുന്നത് എന്താണ്? ഇന്ത്യാസ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് പൊസിഷൻ ഇൻ October 2024 വാസ് എസ്റ്റിമേറ്റഡ് അറ്റ് $68827 ബില്യൺ ആയിരുന്നു.
ഇതിൽ പ്രധാനമായിട്ടും എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഏതാ പറയുന്നത് ഫോറിൻ കറൻസി അസറ്റ് ഉണ്ട്, ഏകദേശം $598.24 ബില്യൺ ആണ്. അതുപോലെ തന്നെ ഗോൾഡ് വേർത്ത് ഉണ്ട് USD ഏകദേശം 67.44 ബില്യൺ ആണ്. ആൻഡ് സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് പറയുന്നത് എത്രയാണ് USD 18.27 ബില്യണും. റിസർവ് ട്രഞ്ച് പൊസിഷൻ RTP പറയുന്നത് എത്രയാണ് 4.32 ബില്യണുമാണ് എന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം ചിലപ്പോൾ ചോദിക്കാറുണ്ട് എത്ര ബില്യണാണ്, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം ഇന്ത്യയുടെ സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് എത്രയാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഇന്ത്യയുടെ റിസർവ് ട്രഞ്ച് പൊസിഷൻ എത്രയാണ് എന്ന് ചോദിക്കാനുള്ള സാധ്യതയ്ക്ക് കൂടുതലാണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, പിന്നെ വരുന്നതാണ് ഇത് KGHD എന്താണ് ന്യൂസിൽ എന്താ പറയുക, റീസെൻ്റ്ലി ദ വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷൻ WMO released its annual greenhouse gas GHG bulletin for the year of 2023. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട ന്യൂസാണ് വന്നത്. എന്താണ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആർ അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ് ദാറ്റ് ട്രാപ്പ് ഹീറ്റ് ഫ്രം ദ സൺ കീപ്പിംഗ് എർത്ത് സർഫേസ് വാം. ഓക്കെ, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത്, അറിയപ്പെടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, ആൻഡ് എന്താണ് പറയുന്നത്, ഹൗഎവർ ഹ്യൂമൻ ആക്ടിവിറ്റീസ് സച്ച് ആസ് ബേണിംഗ് ഫോസിൽ ഫ്യൂവൽസ്, deforestation and industrial process have significantly increased the concentration of these gases, amplifying the greenhouse effect and leading to the global warming and subsequent climate change എന്നുള്ളത് ഇതിൻ്റെ ഭാഗമാണ്. ഇനി ഏതൊക്കെയാണ് KGHD എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്, CO2 ആണ്. ഇറ്റ് എൻറ്റേഴ്സ് ദ അറ്റ്മോസ്ഫിയർ ത്രൂ ദ ബേണിംഗ് ഫോസിൽ ഫ്യൂവൽസ് ആണ്, ലൈക്ക് കോൾ, നാച്ചുറൽ ഗ്യാസ്, ഓയിൽ, സോളിഡ് വേസ്റ്റ് എന്നൊക്കെയാണ്. പിന്നെ വരുന്നതാണ് ഇത് മീത്തൈൻ ഏതാണ്, CH4 ആണ്. പറയുന്നത് ഹ്യൂമൻ ആക്ടിവിറ്റീസ് ലൈക്ക് കാറ്റിൽ ഫാമിംഗ്, ലാൻഡ് ഫോൾ വേസ്റ്റ്, റൈസ് ഫാമിംഗ് ആൻഡ് ഫോസിൽ ഫ്യൂവൽ എക്സ്ട്രാക്ഷൻ ഹാവ് ഇൻക്രീസ് ദ മീത്തൈൻ ലെവൽസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ആണ്. പിന്നെ വരുന്നതാണ് ഇത് നൈട്രസ് ഓക്സൈഡ് ആണ്, N2 ആണ് പറയുന്നത്. ഇറ്റ് ഈസ് എമിറ്റഡ് ഡ്യൂറിങ് ദ അഗ്രികൾച്ചർ, ലാൻഡ് യൂസ് ആൻഡ് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ്, കോമ്പോസിഷൻ ഓഫ് ഫോസിൽ ഫ്യൂവൽസ് ആൻഡ് സോളിഡ് വേസ്റ്റ് ആണ്. ആൻഡ് പിന്നെ വരുന്നതാണ് ഇത് വാട്ടർ വേപ്പർ, H2O ആണ്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് അബാൻഡൻറ്റ് GHD. ഇറ്റ് എക്സിസ്റ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഫോർ ഓൺലി എ ഫ്യൂ ഡേയ്സ് ആണ്. ആൻഡ് ഇൻഡസ്ട്രിയൽ ഫ്ലോട്ടഡ് ഗ്യാസസ് ഏതൊക്കെയാണ്, ഇതിൽ പ്രധാനമായിട്ടും വരുന്ന ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രോ ഫ്ലോറോ കാർബൺസ് ആണ്, HFCs വരുന്നുണ്ട്. അതുപോലെ തന്നെ പെർഫ്ലോറോ കാർബൺസ്, PFCs ഉണ്ട്. അതുപോലെ തന്നെ സൾഫർ ഹെക്സാ ഫ്ലോറോ ഓക്സൈഡ് ഉണ്ട്, SF6 ഉണ്ട്. അതുപോലെ തന്നെ ഇതൊക്കെ എന്തിന് കാരണമാകുന്നു, ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ കൂട്ടാൻ കാരണമാകുന്നു എന്നാണ് പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കുക. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ഫോർ ഇന്ത്യാസ് പ്രസിഡൻറ്റ്. ഓക്കെ, ഇതെന്താണ് ന്യൂസിൽ വരാൻ കാരണം, ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഈസ് ഓൾ സെറ്റ് ടു ഇലക്ട് ദ കൺട്രീസ് നെക്സ്റ്റ് പ്രസിഡൻറ്റ് ഇൻ ഇറ്റ്സ് 2024 ജനറൽ ഇലക്ഷൻ വിത്ത് വോട്ടിംഗ് ടു ദ ഇലക്ടോറൽ കോളേജ് ഷെഡ്യൂൾഡ് ഫോർ 5th November 2024. ഓക്കെ, ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് നമുക്ക് ബന്ധപ്പെട്ടിട്ട് ഇന്ത്യൻ പ്രസിഡൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാറുള്ളത്, നോക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കി നോക്കാം ഏതൊക്കെ ആർട്ടിക്കിൾ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏതൊക്കെ ആർട്ടിക്കിളാണ് എന്ത് ചെയ്യുന്നത്, പ്രസിഡൻറ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കുക. ഓക്കെ, ഇനി അതിൽ പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്, ആർട്ടിക്കിൾ 54 ആണ്. ഓക്കെ, ഇലക്ഷൻ ഓഫ് പ്രസിഡൻറ്റിൻ്റെ ഇലക്ഷനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ആർട്ടിക്കിൾ 54 എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക. ഓക്കെ, ശ്രദ്ധിക്കുക, പ്രധാനമായിട്ടും ആരൊക്കെയാണ് പ്രസിഡൻറ്റിന് വോട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ടും പറയാൻ പറ്റുന്നത് ഒന്നെന്താണ്, ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് both houses of Indian Parliament ആണ്. ഓക്കെ, ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ബോത്ത് ഹൗസസ് ഓഫ് ഇന്ത്യൻ പാർലമെൻറ്റ്. ഓക്കെ, ഇന്ത്യൻ പാർലമെൻറ്റ് അഥവാ
ലോകസഭയിലെയും അതുപോലെ തന്നെ എന്താണ് രാജ്യസഭയിലും എന്താണ് ഇലക്റ്റഡ് മെമ്പേഴ്സാണ്. അതുപോലെ തന്നെ വേണമെങ്കിൽ പറയാം ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഫ്രം ഓൾ സ്റ്റേറ്റ്സ്. എല്ലാ സംസ്ഥാനങ്ങളിലെയും ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ ഇലക്റ്റഡ് മെമ്പേഴ്സ് ആൻഡ് ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഫ്രം ഡൽഹി ആൻഡ് പുതുച്ചേരി. ഇത്രയും ആളുകളാണ് ആർക്ക് വോട്ട് ചെയ്യുന്നത്? പ്രസിഡൻറ്റിന് വോട്ട് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, ഇനി 55 മാനർ ഓഫ് ഇലക്ഷൻ ഓഫ് പ്രസിഡൻറ്റ്. പ്രസിഡൻറ്റിൻ്റെ ഇലക്ഷൻ മാനർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? പ്രപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ സിസ്റ്റമാണ് ആരുടെ ഇലക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നത്? പ്രസിഡൻറ്റിൻ്റെ ഇലക്ഷൻ മാനർ എന്ന് വിളിക്കുന്നത്. ആൻഡ് ആർട്ടിക്കിൾ 56 എന്താണ് പറയുന്നത്? ടേം ഓഫ് ഓഫീസ് ഓഫ് പ്രസിഡൻറ്റ്. നമുക്കറിയാം കാലാവധി എത്ര വർഷമാണ്? 5 വർഷമാണ്. ആൻഡ് എലിജിബിലിറ്റി ഫോർ റീ ഇലക്ഷൻ, വീണ്ടും വീണ്ടും തിരഞ്ഞെടുക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ്, ഒരു വ്യക്തിക്ക് എത്ര വട്ടം വേണമെങ്കിലും ഇന്ത്യയിൽ എന്ത് ചെയ്യാം? പ്രസിഡൻ്റായി മത്സരിക്കാം. ആൻഡ് ആർട്ടിക്കിൾ 58 എന്താണെന്ന് പറയുന്നത്? ക്വാളിഫിക്കേഷൻ ഫോർ ഇലക്ഷൻ ആസ് പ്രസിഡൻറ്റ്. നമുക്കറിയാം പ്രസിഡൻറ്റ് ഇലക്ഷനിൽ മത്സരിക്കാൻ 2 ക്വാളിഫിക്കേഷൻ വേണം. ഒന്ന് എന്തായിരിക്കണം? ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ക്വാളിഫിക്കേഷൻ. ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. 2 35 വയസ്സ് എന്ത് ചെയ്യണം? പൂർത്തിയാകണം. ഇത് കഴിഞ്ഞ വ്യക്തികൾക്കാണ് എന്ത് ചെയ്യാൻ പറ്റുക? പ്രസിഡൻഷ്യൽ ഇലക്ഷനിലേക്ക് മത്സരിക്കാൻ പറ്റുക. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് എന്താണ്? യൂണിറ്റി ഡേ. എന്താണ് ന്യൂസിൽ വരാൻ കാരണം? റീസെൻ്റ്ലി ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ കമ്മമറേറ്റഡ് സർദാർ വല്ലഭായ് പട്ടേൽസ് 149th ബർത്ത് ആനിവേഴ്സറി ഒബ്സർവ്ഡ് ആസ് നാഷണൽ യൂണിറ്റി ഡേ 31st October, ഹോണറിംഗ് ദ ലെഗസി ഓഫ് ഇന്ത്യാസ് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആൻഡ് ഹോം മിനിസ്റ്റർ. ഓക്കെ, ഇതാണ് ന്യൂസിൽ വരാൻ കാരണം. ഇനി എന്താണ് യൂണിറ്റി ഡേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ദ നാഷണൽ യൂണിറ്റി ഡേ സെർവ് ആസ് എ റിമൈൻഡർ ടു ദ വാല്യൂസ് പട്ടേൽ എംബഡീഡ് യൂണിറ്റി, ഇൻറ്റഗ്രിറ്റി ആൻഡ് ഇൻക്ലൂസീവ്നെസ് ആണ്. അതുപോലെ പറയുന്നത് എന്താ? ഇൻ എ കൺട്രി ചാർട്ടറൈസ്ഡ് ബൈ ഇറ്റ്സ് വാസ്റ്റ് ഡൈവേഴ്സിറ്റി ഇൻ കൾച്ചർ, ലാംഗ്വേജസ് ആൻഡ് റിലീജിയൻസ്, നാഷണൽ യൂണിറ്റി ഡേ എംഫസൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫോസ്റ്ററിങ് സെൻസ് ഓഫ് സോളിഡാരിറ്റി എമംഗ് ഇന്ത്യൻ പോപ്പുലേഷൻ ആണ്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്? ദ ഡേ എൻകറേജ് സിറ്റിസൺസ് ടു റിഫ്ലക്ട് ഓൺ ദ നെസസിറ്റി ഓഫ് കമ്മിങ് ടുഗദർ ടു ഓവർകം ചലഞ്ചസ്, സെലിബ്രേറ്റ് ഡൈവേഴ്സിറ്റി ആൻഡ് പ്രൊമോട്ട് ഹാർമണി വിത്തിൻ ദ നാഷൻ എന്നുള്ളതും ഏതിൻ്റെ പ്രത്യേകതയാണ്? നാഷണൽ യൂണിറ്റി ഡേയുടെ എന്താണ്? പ്രത്യേകതയാണ് എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പട്ടേലിൻ്റെ ഓർമ്മയ്ക്ക് വന്നാണ് ഇത് സ്റ്റാറ്റ്യൂ ഓഫ് യൂണിറ്റി എന്ന് പറയുന്നത്. എന്താണ്? ഓൺ 31st October 2018 the Statue of Unity, the world's tallest statue, 182 meters 600 feet, was inaugurated in the Kivda, Gujarat, honoring Sardar Vallabhai Patel and overlooking the Narmada River and the Sardar Sarovar Dam, the second largest gravity dam world by the concentrate volume and the statue is situated on the Sadhu Bet Hitlock. And 2020 എന്താണ്? India Statue of Unity was included in the list of 8 wonders of the Shanghai Cooperation Organization എന്നുള്ളത് ഇതിൻ്റെ എന്താണ്? പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഇത് 15th ഫൗണ്ടേഷൻ ഡേ ഓഫ് കോൾ ഇന്ത്യ ലിമിറ്റഡ്. എന്താണ് പറയുന്നത്? റീസെൻ്റ്ലി ദ കോൾ ഇന്ത്യ ലിമിറ്റഡ് മാർക്ക്ഡ് ഇറ്റ്സ് 15th ഫൗണ്ടേഷൻ ഡേ, എസ്റ്റാബ്ലിഷ്ഡ് ആസ് ദ അപ്പെക്സ് ഹോൾഡിംഗ് കമ്പനി ഓഫ് ദ nationalized coking coal 1971 and non-coking mines 1973. ഓക്കെ, ഇനി എന്താണ് ഇതിൻ്റെ കീ ഫാക്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് പറയുന്നത് എന്താണ്? ദ CIL ഈസ് ദ സ്റ്റേറ്റ് ഓൺഡ് കോൾ മൈനിങ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് ആൻഡ് റെസ്പോൺസിബിൾ ഫോർ പ്രൊഡ്യൂസിങ് ആൻഡ് മാനേജിങ് കോൾ റിസോഴ്സസ് ഇൻ ദ കൺട്രി എന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ്. ഇനി ഇതിൻ്റെ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? CIL ഈസ് ക്ലാസിഫൈഡ് ആസ് ദ മഹാരത്ന പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് ആൻഡ് ഓപ്പറേറ്റ്സ് ത്രൂ 8 സബ്സിഡറീസ് ലൈക്ക് ഈസ്റ്റേൺ കോൾ ഫീൽഡ്സ് ലിമിറ്റഡ്, ഭാരത് കോക്കിംഗ് കോൾ ലിമിറ്റഡ് എക്സെട്ര. ഇനി ഇതിൻ്റെ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് എന്താണ്? ഓവർ ഹാഫ് ഓഫ് ദ ഇന്ത്യാസ് ഇൻസ്റ്റാൾഡ് പവർ കപ്പാസിറ്റി ഈസ് ദ കോൾ ബേസ്ഡ് വിത്ത് ദ CIL സപ്ലൈ അറൌണ്ട് 78%. ടോട്ടൽ കോൾ കപ്പാസിറ്റിയുടെ എന്താണ്? 78% ആരാണ് സപ്ലൈ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? CIL ആണ്. അഥവാ കോൾ ഇന്ത്യ ലിമിറ്റഡ് ആണ് എന്ത് ചെയ്യുന്നത്?
സപ്ലൈ ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതും ഏതിൻ്റെ പ്രത്യേകതയാണ്, ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ആൻഡ് മൈനിങ് കപ്പാസിറ്റി എന്താണ് പറയുന്നത്, അക്രോസ് 8 Indian states CIL operates in the 84th mining areas and managing എ ടോട്ടൽ ഓഫ് 313 ആക്റ്റീവ് മൈൻസ് എന്നുള്ളതും ഏതിൻ്റെ പ്രത്യേകതയാണ്, ഇതിൻ്റെ പ്രത്യേകതയാണ്. ഇനി റീസെൻറ്റ് ഡെവലപ്മെൻറ്റ്സ് എന്താണ് പറയുന്നത്, CIL റീസെൻ്റ്ലി അൺവീൽഡ് ദ സ്ട്രാറ്റജി റിപ്പോർട്ട് ഓൺ ദ കോൾ ആൻഡ് ലിഗ്നൈറ്റ് എക്സ്പ്ലോറേഷൻ എലോങ് വിത്ത് ദ മൈൻ ക്ലോഷർ പോർട്ടൽ എന്നുള്ളതും ഏതിൻ്റെ ഭാഗമാണ്, ഇതിൻ്റെ ഭാഗമാണ്. ഓക്കെ, ഇനി ഇന്ത്യയുടെ എനർജി മിക്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ ടോട്ടൽ ഷെയറിംഗ് കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ ഏകദേശം എന്താണ്, ഫോർ എക്സാമ്പിൾ 60% എന്ത് തെർമൽ എനർജി, അതുപോലെ തന്നെ 12% ഹൈഡ്രോയും, സോളാർ 12%, വിൻഡ് 10%, ബയോ പവർ 3%, ന്യൂക്ലിയർ 2%, സ്മാൾ ഹൈഡ്രോ പവർ എന്താണ് 2%. ടോട്ടൽ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്, 388.1 ഗിഗാവാട്ടാണ്. എന്താണ് ടോട്ടൽ ഇന്ത്യയുടെ എന്താണ് കപ്പാസിറ്റി എന്നുള്ളതും ഏതിൻ്റെ പ്രത്യേകതയാണ്, ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ക്ലിയർ. നെക്സ്റ്റ് വണ്ണാണ് ഇത് അൾജീരിയൻ റെവല്യൂഷൻ. എന്താണ് അൾജീരിയൻ റെവല്യൂഷൻ ന്യൂസിൽ വരാൻ കാരണം, റീസെൻ്റ്ലി ദ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ഓഫ് ഇന്ത്യ വിസിറ്റഡ് അൾജീരിയ ലീഡിംഗ് ടു ദ കൺക്ലൂഷൻ ഓഫ് എ സിഗ്നിഫിക്കൻറ്റ് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് MOU ഓൺ ഡിഫൻസ് കോർപ്പറേഷൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് അൾജീരിയ എന്നുള്ളതാണ്. ഓക്കെ, ഇനി അൾജീരിയൻ റെവല്യൂഷൻ എന്താണ്, ദ അൾജീരിയൻ വാർ ഓൾസോ നോൺ ആസ് ദ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഓർ ദ അൾജീരിയൻ റെവല്യൂഷൻ ഒക്കേർഡ് ഫ്രം 1954 to 1968 between the France and Algerian National Liberation Front ആണ്. And the conflict was marked by guerrilla warfare, mosque fighting and the extensive use of torture, making the significant decolonization struggle ആണ്. And it escalated into a civil war among the different communities within the Algeria and had lasting the repersecution in the metropolitan France, ultimately leading to Algeria's independence. ഓക്കെ, ഇതെന്താണ് ന്യൂസിൽ വരാനുള്ളൊരു കാരണം. ഇനി ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊക്കെ കൊണ്ടുവന്നാണ് ഇത് ഈ നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ചേരിചേരാ നയം. ഒരു കോൾഡ് വാർ സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഇത്തരം ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ പോകുന്നത്. ദ കൺസെപ്റ്റ് എവിടെ നിന്നാണ്, 1955 ബദാങ് കോൺഫറൻസിൽ നിന്ന് ഇന്തോനേഷ്യയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ദ ഫസ്റ്റ് നാം സബ്മിറ്റ് എവിടെയാണ്, ബെൽഗ്രേഡ് യുഗോസ്ലോവാക്യയിൽ സെപ്റ്റംബറിലാണ് 1961 നടക്കുന്നത്. ഇൻ ദ ഏപ്രിൽ 2018 നാം ഹാസ് 120 മെമ്പേഴ്സ്. നിലവിൽ 120 മെമ്പേഴ്സിനാണ് നാമുള്ളത്. അതിൽ 53 ഫ്രം ആഫ്രിക്ക, 39 ഫ്രം ഏഷ്യ, 26 ഫ്രം ലാറ്റിൻ അമേരിക്കൻ കരീബിയൻ ആൻഡ് 12 ഫ്രം യൂറോപ്പാണ്. ബെൽറസും ആൻഡ് അസർബൈജാനുമാണ്. ആൻഡ് ഫൗണ്ടിങ് ലീഡേഴ്സ് എന്ന് പറയുന്നത് ആരൊക്കെയാണ്, ജോസഫ് പെർസോ ടിറ്റോ, ഗമൽ അബ്ദ നാസർ, ജവഹർലാൽ നെഹ്റു, കുവേനി നഖ്റൂത്ത് ആൻഡ് സുഖാനോ എന്നൊക്കെയാണ് ഇതിൻ്റെ ഫൗണ്ടിങ് മെമ്പേഴ്സാണ്. നെക്സ്റ്റ് വണ്ണാണ് ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് റിലേറ്റഡ് ടു ഫോർമേഷൻ ഓഫ് സ്റ്റേറ്റ്. ഇതെന്താണ് ന്യൂസിൽ വരാൻ കാരണം, റീസെൻ്റ്ലി ദ പ്രൈം മിനിസ്റ്റർ എക്സ്റ്റെൻഡഡ് ഹിസ് ബെസ്റ്റ് വിഷസ് ടു ദ സ്റ്റേറ്റ്സ് ഓഫ് ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഹരിയാന, കർണാടക ആൻഡ് കേരള ഓൺ ദയർ ഫൗണ്ടേഷൻ ഡേ 1 നവംബർ. ഇതുമായി ബന്ധപ്പെട്ടാണ് വന്നത്. അതിൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻ ആർട്ടിക്കിൾ 2 എന്താണ് പറയുന്നത്, ഇറ്റ് എംപവേഴ്സ് ദ പാർലമെൻറ്റ് ടു അഡ്മിറ്റ് ഇൻ ടു യൂണിയൻ ഓഫ് ഇന്ത്യ, എസ്റ്റാബ്ലിഷ് ന്യൂ സ്റ്റേറ്റ് സച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് തിങ്ക് ഫിറ്റ്. അതായത് പുറമേ നിന്ന് ഏതെങ്കിലും ഏരിയയെ ഇന്ത്യയുടെ ഭാഗമാക്കണമെങ്കിൽ എന്ത് ചെയ്യാം, ആക്കാം എന്നാണ് പറയുന്നത്. ആൻഡ് ആർട്ടിക്കിൾ 3 എന്താ പറയുന്നത്, ഇറ്റ് റിലേറ്റ് ടു ദ ചേഞ്ചസ് ദ എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ്സ് ആണ്. അതായത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏത് വ്യത്യാസം വരുത്താനും, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു സംസ്ഥാനത്തെ 2 സംസ്ഥാനമാക്കാൻ, 2 സംസ്ഥാനത്തെ 1 ആക്കാൻ, അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തെ യൂണിയൻ ടെറിട്ടറി ആക്കി മാറ്റാനൊക്കെ പാർലമെൻറ്റിന് സാധിക്കും. കൂടാതെ ഏരിയ ഇൻക്രീസ് ചെയ്യാൻ, ഡിമിനിഷ് ചെയ്യാൻ, ഏരിയയിൽ വ്യത്യാസം വരുത്താൻ, പേരിൽ വ്യത്യാസം വരുത്താനുള്ള അവകാശവും ആർക്കാണ്, ഈ പാർലമെൻറ്റാണ് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് UP, MP, കർണാടകയ്ക്ക് ഏതിന് എക്സാമ്പിളാണ്, ഇതിന് എക്സാമ്പിളാണ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസാണ് എന്താ, IUCN റെഡ് ലിസ്റ്റ്. എന്താണ് ന്യൂസിൽ വരാൻ കാരണം, റീസെൻ്റ്ലി the first global tree assessment was published as the part of an update to the IUCN Red List, threatened species, with its finding announced at the Convention on the Biological Diversity in Cali, Colombia. ഇതുമായി ബന്ധപ്പെട്ട ന്യൂസ് വന്നാണ്. IUCN റെഡ് ലിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ദ ഫോർമോസ്റ്റ് ഗ്ലോബൽ റിസോഴ്സസ് ഫോർ അസസിങ് ദ റിസ്ക് ഓഫ് എക്സ്റ്റിങ്ഷൻ എമംഗ് എനിമൽസ്, ഫ്യൂംഗി ആൻഡ് പ്ലാന്റ് സ്പീഷീസ് ആണ്.
The list categories define the extinction risk of species assessed. 9 categories extended from any, not evaluated ആണ്, to X, extinct ആണ് എന്നാണ്. അതുപോലെ critically endangered CR ആണ്, endangered എന്താണ് EN, and vulnerable എന്താണ് VU എന്നുള്ള നമുക്ക് കാണാൻ പറ്റുക. And it is also key indicator for the sustainable development goals and IG targets ആണ്. ഇനി ലിസ്റ്റിൽ പ്രധാനമായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന ഏതൊക്കെയാണ്? IUCN ഗ്രീൻ സ്റ്റാറ്റസ് സ്പീഷീസ് ഉണ്ട്, അതുപോലെ വിച്ച് അസസ് ദ റിക്കവറി ഓഫ് ദ സ്പീഷീസ് പോപ്പുലേഷൻ ആൻഡ് മെഷേഴ്സ് ദയർ കൺസർവേഷൻ സക്സസ് ആണ്. അതുപോലെ തന്നെ 8 ഗ്രീൻ സ്റ്റാറ്റസ് കാറ്റഗറീസ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ എക്സ്റ്റെൻഡ് ഇൻ ദ വേൾഡ്, ക്രിട്ടിക്കലി ഡിപ്ലീറ്റഡ്, ലാർജ്ലി ഡിപ്ലീറ്റഡ്, മോഡറേറ്റ്ലി ഡിപ്ലക്റ്റഡ്, സ്ലൈറ്റ്ലി ഡിപ്ലേറ്റഡ്, ഫുള്ളി റിക്കവേർഡ്, നോൺ ഡിപ്ലക്റ്റഡ് ആൻഡ് ഇൻ്റർമീഡിയറ്റ്. ഇനി ഗ്രീൻ സ്റ്റാറ്റസ് അസസ്മെൻറ്റ് എന്ന് പറയുന്ന എക്സാമിൻസ് how conservation actions have affected the current red list status എന്നുള്ളതാണ്. ക്ലിയർ. നെക്സ്റ്റ് വൺ ആണ് ഇത് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക്. എന്താണ്? റീസെൻ്റ്ലി ദ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് റിലീസ്ഡ് ഇറ്റ്സ് ഏഷ്യ പസഫിക് ക്ലൈമറ്റ് റിപ്പോർട്ട് 2024 highlighting alarming the economic impact of climate change on the Asia Pacific region. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ടാണ് ന്യൂസ്. എന്താണ് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക്? ADB is a regional development bank founded in 1966 to promote economic growth and reduce the poverty in Asia by providing loans, technical assistance and grants for the project in infrastructure, education, healthcare and climate change ആണ്. And ADB എന്ന് പറയുന്നതാണ് 69 shareholding members ആണ്, including from 49 from the Asian Pacific region ആണ്. India is the founding member ആണ്. ADBയുടെ founding member ആണ് ആര്? ഇന്ത്യ. അതുപോലെ തന്നെ എന്താണ് ADBയുടെ 4th ലാർജസ്റ്റ് ഷെയർ ഹോൾഡറും ടോപ്പ് ബോറോവറാണ് 2010 മുതൽ. ആൻഡ് ഇറ്റ് ഈസ് കമ്മിറ്റഡ് ടു അച്ചീവിങ് എ പ്രോസ്പെറസ്, ഇൻക്ലൂസീവ്, റെസിലൻറ്റ് ആൻഡ് സസ്റ്റൈനബിൾ ഏഷ്യ ആൻഡ് പസഫിക് വൈൽ സസ്റ്റൈനിങ് ഇറ്റ്സ് എഫേർട്ട് ടു ഇറാഡിക്കേറ്റ് എക്സ്ട്രീം പോവർട്ടി എന്നുള്ളതാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? മനില, ഫിലിപ്പൈൻസിലാണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? കാണാൻ പറ്റുക. ഓക്കെ ഓക്കെ അപ്പോൾ നെക്സ്റ്റ് കറണ്ട് അഫെയർ എന്താണ്? സുപ്രീം കോർട്ട് സ്റ്റാൻഡ്സ് ഓൺ MPLADS ആണ്. എന്താണ് പറയുന്നത്? ദ മെമ്പർ ഓഫ് പാർലമെൻറ്റ് ലോക്കൽ ഏരിയ ഡെവലപ്മെൻറ്റ് സ്കീം MPLADS റിമൈൻസ് എ ഡിബേറ്റഡ് ടോപ്പിക് ഇൻ ഇന്ത്യ വിത്ത് എ പ്രൊമോണൻസ് ആർഗ്യുമെൻറ്റിംഗ് ദ empowers representative to address local needs and critics claiming it undermines constitutional principle, particularly the സെപ്പറേഷൻ ഓഫ് പവേഴ്സ്. ഓക്കെ, ഇതാണ് ഇതെന്തായി വരാനുള്ള കാരണം? ന്യൂസായി വരാനുള്ളൊരു കാരണം. എന്താണ് സുപ്രീം കോർട്ട് സ്റ്റാൻഡ്സ് ഓൺ MPLADS എന്ന് പറയുന്നത്? ഇൻ 2010 ദ സുപ്രീം കോർട്ട് അപ്ഹെൽഡ് ദ സ്കീം ആസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ലെജിറ്റിമൈസിംഗ് MPLADS while emphasizing that MPs only recommended projects which are executed by district officials ആണ്. അതുപോലെ തന്നെ എന്താ പറയുക? ദ സുപ്രീം കോർട്ട് noted that the scheme has contributed positively to local communities, funding essential development works like water facilities, education, health and infrastructure. And the Supreme Court clarified that the union government can allocate funds for public welfare schemes through an appropriation bill, Article 282 of the Constitution, making the MPLAD scheme legally valid as part of the public purpose under the directive principles of state policy. ഓക്കെ, ആർട്ടിക്കിൾ 38 ആണ്. ക്ലിയർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് MPLADSൽ. നെക്സ്റ്റ് വണ്ണാണ് ഇത് മിനിമം ഡയറ്ററി ഡൈവേഴ്സിറ്റി, MDD. എന്താണ് പറയുന്നത്? എന്താണ് ഇത് ന്യൂസിൽ വരാനുള്ള കാരണം? അക്കോർഡിംഗ് ടു റീസെൻറ്റ് സ്റ്റഡി 77% of the children in India aged 6 to 23 months do not meet the dietary diversity standards recommended by the World Health Organization WHO, with the country's central region having the highest rates of the minimum dietary diversity failure ആണ്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ഈ മിനിമം ഡയറ്ററി ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്? ഇറ്റ് റെഫേഴ്സ് ടു റെക്കമെൻഡഡ് സ്റ്റാൻഡേർഡ് സെറ്റ് ബൈ ദ WHO ഫോർ ചിൽഡ്രൻ ഏജ് ടു 6 to 23 months ആണ്. ഇറ്റ് suggests that within 24 hours children should consume food and beverages from at least 5 of the 8 defined food groups ആണ്. And breast milk, grains, legumes, dairy product,
ഫ്ലഷ് ഫുഡ്സ്, എഗ് ആൻഡ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. അതുപോലെ തന്നെ പറയുന്നത് എന്താണ്? എ ചൈൽഡ് ഡയറ്റ് ഈസ് കൺസിഡേർഡ് ടു ഹാവ് ഫെയിൽഡ് MDD ഇഫ് ദേ കൺസ്യൂം ഫുഡ് ഫ്രം ദ ഫ്യൂവർ ദാൻ 5 ദീസ് ഫുഡ് ഗ്രൂപ്പ്സ് എന്നുള്ളത് ഇതിൻ്റെ പ്രത്യേകതയാണ്. കൂടാതെ എന്താണ് പറയുന്നത്? MDD ഈസ് പാർട്ട് ഓഫ് ദ ഇൻഫൻറ്റ് ആൻഡ് യങ് ചൈൽഡ് ഫീഡിംഗ് IYCF practices while are assumed by suite of indicators developed by the WHO and UNICEF. The MDD is also component of minimum acceptable diet MAD indicator എന്നുള്ളതും ഇതിൻ്റെ പ്രത്യേകതയാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഗവൺമെൻറ് സ്കീംസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? ഒന്ന് മിഷൻ പോഷൻ 2.0, അതുപോലെ തന്നെ എന്താണ് പ്രധാൻ മന്ത്രി മതൃവന്ദന യോജന, മിഡ് ഡേ മീൽ സ്കീം ഫോർ അഡോളസെൻറ്റ് ഗേൾസ്, മദേഴ്സ് ആബ്സല്യൂട്ട് അഫെക്ഷൻ, പോഷൻ ഭക്തികാസൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് ഇത് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് റിഗാർഡിംഗ് ലേബേഴ്സ് ഇൻ ഇന്ത്യ. എന്താണ് പറയുന്നത്? ദ ട്രാജിക് കേസ് ഓഫ് അന്ന സെബാസ്റ്റ്യൻ, എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഹൂ ഈസ് reported to have died due to the work-related stress, underscores the urgent need to address the toxic workplace culture in India, highlighting the continued exploitation of workers. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ന്യൂസ് വന്നിരിക്കുന്നത്. ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം വർക്ക് എന്താണ് പറയുന്നത്? അണ്ടർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ലേബേഴ്സ് ആസ് ദ സബ്ജക്റ്റ് ഈസ് ഇൻ ദ കൺകറൻറ്റ് ലിസ്റ്റാണ്. ഇതിൽ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും എന്ത് ചെയ്യാം? നിയമങ്ങൾ ഉണ്ടാക്കാം. ജുഡീഷ്യൽ ഇൻ്റർപ്രിട്ടേഷൻ എന്താണ് പറയുന്നത്? ഈവൻ ത്രൂ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് പറയുന്നുണ്ട്. കൂടാതെ ആർട്ടിക്കിൾ 14, 16, 39 ക്ലോസ് C 14 എന്താണ് പറയുന്നത്? ഇറ്റ് പ്രൊവൈഡ്സ് ഫോർ ഈക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോ വിത്തിൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യയും. ആർട്ടിക്കിൾ 16 എന്താണ് പറയുന്നത്? ഇറ്റ് ടാക്സ് അബൌട്ട് ദി റൈറ്റ് ഓഫ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഇൻ ദ മാറ്റേഴ്സ് ഓഫ് പബ്ലിക് എംപ്ലോയ്മെൻറ്റ് പറയുന്നുണ്ട്. ആൻഡ് 39 ക്ലോസ് C എന്താണ്? ഇറ്റ് സ്പെസിഫൈസ് ദാറ്റ് ദ economic system should not result in the concentration of wealth means production to the determine the entire society. 31 clause C. Okay, and next news എന്താണ്? current scenario of climate change and global warming എന്നാണ് ന്യൂസിൽ വരാൻ കാരണം. This geoengineering approach suggests that diamonds could be more effective for the solar radiation management SRM than മെറ്റീരിയൽസ് പ്രീവിയസ്ലി കൺസിഡേർഡ്. ഓക്കെ, ഇതിൻ്റെ ഭാഗമായിട്ടാണ് എന്താണ് ഇത്തരമൊരു ന്യൂസ് വന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി എന്താണ് കറണ്ട് സിനാരിയോ ആൻഡ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഗ്ലോബൽ വാർമിംഗ് എന്നാണ് എന്താ? ഗ്ലോബൽ ടെമ്പറേച്ചർ ആർ നൗ അപ്രോക്സിമേറ്റ്ലി 1.2 degrees Celsius above pre-industrial level 1850 and 1900 and projected to reach 1.45 degrees Celsius in 2023, highlighting the urgent need for innovative solutions എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്താണ് പറയുന്നത്? current trends suggest that the 1.5 degrees Celsius warming limit established by the 2015 Paris Agreement is unlikely to be achieved എന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ്. ഞാൻ പറയുന്നത് achieving climate target requires a substantial 43% reduction in the emission from 2019 levels by 2030. Through the current efforts may yield only 2% of decrease ആണ്. Clear? Next one ആണ് ഇത് birth anniversary of ചിത്തരഞ്ജൻ ദാസ്. എന്താണ്? ലോക്സഭാ സ്പീക്കറായിരുന്നു. അദ്ദേഹത്തിൻ്റെ എന്താണ് ബർത്ത് ആനിവേഴ്സറി ആണ് എന്ത്? 2024 നവംബർ 5. അതിൻ്റെ ഭാഗമായിട്ട് എന്താണ് വന്ന കറണ്ട് അഫെയർ ആണ്. ഇനി CR ദാസ്, വൈഡ്ലി നോൺ ആസ് ദേശാനന്ദ്, മീനിങ് ഫ്രണ്ട് ഓഫ് ദ നേഷൻ ആൻഡ് അപ്ലോസ്റ്റേറ്റ് ഓഫ് ദ നാഷണലിസം. ഈ ഇൻസ്പയർഡ് യൂത്ത് ലൈക്ക് SE ബോസ് എന്നുള്ളതാണ്. ആൻഡ് ഗെയിൻഡ് പ്രൊമിനൻസ് ഇൻ ദ ബാരിസ്റ്റർ ബൈ ഡിഫീറ്റിംഗ് അരുൺദോ ഘോഷ് ഇൻ ദ Ilipora bomb case 1908, leading the Arvindo's accusation, and he was the part of non-official committee along with the Gandhiji and Motilal Nehru investing the Jallianwala Bagh massacre, and initially he sought modification in the non-cooperation program but later supported the renowned his legal practice in 1920, and he co-founded the Swaraj Party with the Motilal Nehru in 1923. അതുപോലെ തന്നെ എന്താണ് pursuits of നോൺ കോർപ്പറേഷൻ വിത്ത് കൗൺസിൽസ് ആണ്. അതുപോലെ തന്നെ എന്താണ് അദ്ദേഹം 1922 എന്തായിരുന്നു INC'd എന്താണ്
പ്രസിഡൻ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗയ മിഷൻ ആൻഡ് ഹി റിസൈൻഡ് ആഫ്റ്റർ ഹിസ് കൗൺസിൽ എൻട്രി പ്രപ്പോസൽ വാസ് ഡിഫീറ്റഡ് ആണ്. ആൻഡ് അത് അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫി ഏതാണ്? ദ ലൈഫ് ആൻഡ് ടൈംസ് ഓഫ് സി ആർ ദാസ് വാസ് റിട്ടേൺ ബൈ പൃഥ്യൂസ് ചന്ദ്ര റായാണ് എന്ത് ചെയ്യുന്നത്, ഇത് എഴുതിയതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. നെക്സ്റ്റ് വൺ ആണ് ഇത് പസഫിക് റിംഗ് ഓഫ് ഫയർ. ഓക്കെ, ഇതെന്താണ് ന്യൂസിൽ വരാൻ കാരണം? റീസെൻ്റ്ലി ദ മൗണ്ട് ലിയോബർട്ടി ലേക്കി വോൾക്കാനോ ലൊക്കേറ്റഡ് ഓൺ ദ ഇൻഡോനേഷ്യൻ ഐസ്ലാൻഡ് ഓഫ് ഫ്ലോസ് ഇറപ്റ്റഡ്. ഓക്കെ, ഇതാണ് എന്ത് പസഫിക് റിംഗ് ഓഫ് ഫയർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. എന്താണ്? ദ പാത്ത് എലോങ് പസഫിക് ഓഷ്യൻ ക്യാരക്ടറൈസ്ഡ് ബൈ ആക്റ്റീവ് വോൾക്കാനോ ആൻഡ് ഫ്രീക്വൻറ്റ് എർത്ത് ഒക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ പസഫിക് റിംഗ് ഓഫ് ഫയറിൻ്റെ എന്താണ് പ്രത്യേകത? ഓക്കെ, മെജോറിറ്റി എർത്ത് വോൾക്കാനോ ഏർപ്പെടും 70% ഓഫ് എർത്ത് ക്യൂക്കും 90% എന്താണ് ഇവിടെയാണ് കാണപ്പെടുന്നത്. ഇതിൻ്റെ കേസസ് എന്താണ്? പ്ലേറ്റ് ടെക്ടോണിക്സ് ആണ് ഇത് ഫോം ചെയ്യാനുള്ള കാരണം. ആൻഡ് ജോഗ്രഫിക്കൽ സ്ട്രക്ചർ എത്രയാണ്? 4000 കിലോമീറ്റേഴ്സാണ്, 40,000 കിലോമീറ്റേഴ്സാണ്. വെസ്റ്റേൺ കോസ്റ്റ് ആൻഡ് SNT ആൻഡ് സൗത്ത് ആൻഡ് നോർത്ത് അമേരിക്ക ടു ഈസ്റ്റേൺ കോസ്റ്റ് ഓഫ് ഏഷ്യൻ പാസ്റ്റ് ന്യൂസിലാൻഡ്, നോർത്തേൺ കോസ്റ്റ് ഓഫ് അന്റാർട്ടിക്കയാണ്. ഇതിൽ ഇമ്പോർട്ടൻറ്റ് കൺട്രീസ് ഒക്കെ ഏതൊക്കെയാണ് വരുന്നത്? ചിലി, ഇക്വഡോർ, പെറു, മെക്സിക്കോ, US, കാനഡ, റഷ്യ, ജപ്പാൻ, ഫിലിപ്പീൻസ്, ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ, ന്യൂസിലാൻഡ് ആൻഡ് അന്റാർട്ടിക്ക ഒക്കെ ഏതിൻ്റെയാണ്? ഇതിൻ്റെ പ്രത്യേകതയാണ്. ഇതിലുള്ള ആക്റ്റീവ് വോൾക്കാനോസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൗലാവ വേൾഡ്സ് ലാർജസ്റ്റ് ആക്റ്റീവ് വോൾക്കാനോയാണ്. മൗണ്ട് തമ്പോറ ലാർജസ്റ്റ് വോൾക്കാനോ എറപ്ഷൻ 1815 ഉണ്ടായി. മൗണ്ട് ഫുജി ജപ്പാൻസ് ടോളസ്റ്റ് ആണ് എന്നുള്ളത് ഇതിൻ്റെ പ്രത്യേകതയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഇമ്പോർട്ടൻറ്റ് COP ആൻഡ് CBD. എന്താണ്? കോപ്പ് മീറ്റിങ്ങുകളുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസാണ്. ഇത് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ കറണ്ട് അഫെയറിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് അതിലേക്ക് എന്ത് ചെയ്യുന്നില്ല, പോകുന്നില്ല. ഇനി COP16 2024 കാലി കൊളംബിയയിൽ നടന്നതിൽ പ്രധാനമായിട്ടും പ്രപ്പോർഷൻ ഏതൊക്കെ വന്ന് പ്രപ്പോസ്ഡ് പെർമനൻറ്റ് സബ്സിഡറി ബോഡിയാണ്. ഫണ്ടിങ് ബയോഡൈവേഴ്സിറ്റി, ഇന്നേസീവ് ഏലിയൻ സ്പീഷീസ്, അതുപോലെ തന്നെ ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ ഓൺ ദ ബയോഡൈവേഴ്സിറ്റി ആൻഡ് അതുപോലെ കുമിങ് ആൻഡ് മൊണ്ടീരിയൽ ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഫ്രെയിംവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ സിന്തറ്റിക് ബയോളജി, കാലി ഫണ്ട്, ഇക്കോളജി ഓർ ബയോളജിക്കലി സിഫിക് മറൈൻ ഏരിയാസൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. നെക്സ്റ്റ് വൺ ആണ് ഏത് ന്യൂസ്? ഇന്ദിര നെഹ്റു ഗാന്ധി വേഴ്സസ് രാജ് നാരായൺ കേസ് 1975. എന്തിൻ്റെ ഭാഗമായിട്ടാണ്? റീസെൻ്റ്ലി ദ സുപ്രീം കോർട്ട് പർട്ടിക്കുലർലി അപ്ഹെൽഡ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ഓഫ് ദ ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര എഡ്യൂക്കേഷൻ ബോർഡ് ആക്ട് 2004, ഓവർടേണിംഗ് ദ അലഹബാദ് ഹൈക്കോർട്ട് റൂളിംഗ് ദ വിച്ച് ഡിക്ലെയർഡ് ഇറ്റ്സ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു ന്യൂസ്. ഇനി എന്താണ് ഇന്ദിര നെഹ്റു ഗാന്ധി വേഴ്സസ് രാജ്നാരായൺ കേസ്? എന്താണ്? The Supreme Court had used the basic structure doctrine for the first time in the Raj Narayan case 1975 to strike down the constitutional amendment. The judges on Raj Narayan bench had differentiated between an ordinary statute and a constitutional amendment. And constitutional amendment are tested against the basic structure doctrine, not ordinary legislation. And the Chief Justice A.N. Roy said that applying the basic structure doctrine to the test validity statute would mount to rewriting the constitution എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്താണ് അതർ ജഡ്ജസ് എന്ത് ചെയ്യുന്നുണ്ട്? ബേസിക് സ്ട്രക്ചർ കോൺസെപ്റ്റിനെ ടു വേഗ് ആൻഡ് ഇൻഡെഫിനിറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളതൊക്കെ ഇതിൻ്റെ പ്രത്യേകതയാണ്, ഈ കേസിൻ്റെ എന്താണ് പ്രത്യേകതയാണ്. നെക്സ്റ്റ് ഒന്നാണ് ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ റിലേറ്റഡ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. നമുക്കറിയാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയാണ് എന്ത് ചെയ്യുന്നത്, റിലീജിയസ് ഫ്രീഡം പറയുന്നത്. അതിൽ ആർട്ടിക്കിൾ 25 എന്താ പറയുന്നത്? ഇറ്റ്സ് ഇംപാർട്സ് ഫ്രീഡം ഓഫ് കോൺഷ്യൻസ് ആൻഡ് ഫ്രീ പ്രൊഫഷൻ, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേഷൻ ഓഫ് റിലീജിയൻ ആണ്. ആർട്ടിക്കിൾ 26 എന്താണ്? ഇറ്റ് ഗീവ്സ് ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അഫെയർസ് ആണ്. ആൻഡ് ആർട്ടിക്കിൾ 27 എന്താണ്? ഇറ്റ് സെറ്റ്സ് ഫ്രീഡം ആസ് ടു പേയ്മെൻറ്റ് ഓഫ് ടാക്സസ് ആൻഡ് പ്രൊമോഷൻ ഓഫ് എനി പർട്ടിക്കുലർ റിലീജിയനും. ആർട്ടിക്കിൾ 28 എന്താണ്? ഇറ്റ് ഗീവ്സ് ഫ്രീഡം ആസ് ടു അറ്റൻഡൻസ് അറ്റ് എ റിലീജിയസ് ഇൻസ്ട്രക്ഷൻ ഓർ റിലീജിയസ് വർഷിപ്പ് ഇൻ സർട്ടൈൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ക്ലിയർ? നെക്സ്റ്റ് വണ്ണാണ് ഇത് UN ഹാബിറ്റേറ്റ്. എന്താണ് ന്യൂസിൽ വരാൻ കാരണം? റീസെൻ്റ്ലി ദ UN ഹാബിറ്റേറ്റ് റിലീസ് ദ വേൾഡ് സിറ്റീസ് റിപ്പോർട്ട് 2024 സിറ്റീസ് ആൻഡ് ക്ലൈമറ്റ് ആക്ഷൻ ആണ്. UN ഹാബിറ്റേറ്റിൻ്റെ മാൻഡേറ്റ് എന്താണ്? UN ജനറൽ അസംബ്ലിയിലാണ് ഇത് ഫോം ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക, സോഷ്യൽ ആൻഡ് എൻവയോൺമെൻ്റലി സസ്റ്റൈനബിൾ അർബൻ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്. ഇനി ഇത് ഗ്ലോബൽ ഫോക്കൽ പോയിന്റ് എന്തായി? സെർവ് ആസ് ദ കീ ഏജൻസി വിത്തിൻ ദ UN സിസ്റ്റമാണ്. അതുപോലെ തന്നെ ഹ്യൂമൻ സെറ്റിൽമെൻറ്റ് കോർ മിഷൻ എന്താണ്? എയിംസ് ടു ക്രിയേറ്റ് inclusive, safe, resilient and sustainable cities and communities, reducing inequality, discrimination and poverty ആണ്. And global presence എന്താണ്? Operate in the 90 countries to promote transformative changes in urban areas through
നോളേജ് ഷെയറിംഗ്, പോളിസി അഡ്വൈസ് ആൻഡ് ടെക്നിക്കൽ അസിസ്റ്റൻസ് ആണ്. ആൻഡ് സ്ട്രാറ്റജിക് അപ്രോച്ച് എന്താണ്? എംഫസിസ് എ ഹോളിസ്റ്റിക് ആൻഡ് ഇൻ്റഗ്രേറ്റഡ് സ്ട്രാറ്റജി ടു അഡ്രസ് 21st century അർബൻ ചലഞ്ചസ് ആണ്. ഓക്കെ, ഇനി ഇതിൻ്റെ മെയിൻ 4 തിങ്ക് റൂളൊക്കെ എന്താണ്? തിങ്ക്, ഡു, ഷെയർ, പാർട്ട്ണർ. ഇതാണ് ഇതിൻ്റെ 4 പ്രധാനപ്പെട്ട എന്താണ് മെയിൻ റോൾസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഇന്ത്യ റീസെൻറ്റ് ഇനീഷ്യേറ്റീവ് സപ്പോർട്ട് ടു ബുദ്ധിസം. എന്താണ് ന്യൂസിൽ വരാൻ കാരണം? ദ ഫസ്റ്റ് ഏഷ്യൻ ബുദ്ധിസ്റ്റ് സബ്മിറ്റ് വാസ് ഓർഗനൈസ്ഡ് ബൈ ഇന്ത്യസ് മിനിസ്ട്രി ഓഫ് കൾച്ചർ ആൻഡ് ദ ഇൻ്റർനാഷണൽ ബുദ്ധിസ്റ്റ് ഫെഡറേഷൻ IBC ഇൻ ദ ന്യൂഡൽഹി, ഇന്ത്യ. ഇതുമായി ബന്ധപ്പെട്ട എന്താണ് വന്ന ന്യൂസാണ്. ഇനി ഇന്ത്യയുടെ ബുദ്ധിസത്തെ സപ്പോർട്ട് ചെയ്യുന്ന റീസെൻറ്റ് ഇനീഷ്യേറ്റീവ് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ? ബുദ്ധിസ്റ്റ് ടൂറിസം സർക്യൂട്ട് ഇൻ ഇന്ത്യ, ഫസ്റ്റ് ഗ്ലോബൽ ബുദ്ധിസ്റ്റ് സബ്മിറ്റ്, ഏഷ്യൻ ബുദ്ധിസ്റ്റ് കോൺഫറൻസ് ആൻഡ് ക്ലാസിക്കൽ സ്റ്റാറ്റസ് ടു പാളി ലാംഗ്വേജ് ആൻഡ് ഇൻ്റർനാഷണൽ അഭിധാമ ദിവസാണ്. ക്ലിയർ? നെക്സ്റ്റ് വൺ ആണ് 3rd എഡിഷൻ ഓഫ് മഹാസാഗർ. എന്താണ്? റീസെൻ്റ്ലി ദ 3rd എഡിഷൻ ഓഫ് മഹാസാഗർ ആൻഡ് ഇന്ത്യൻ നേവി ഫ്ലാഗ്ഷിപ്പ് ഔട്ട്റീച്ച് ഫോർ ദ വിർച്വൽ ഇൻട്രാക്ഷൻ എമംഗ് IOR ലിറ്റേഴ്സ് വാസ് കണ്ടക്റ്റഡ് ആണ്. മഹാസാഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മാരിടൈം ഹെഡ്സ് ഫോർ ദ ആക്റ്റീവ് സെക്യൂരിറ്റി ഗ്രോത്ത് ഫോർ ഓൾ ദ റീജിയൻ. ആൻഡ് ഇത് 2023 സ്റ്റാർട്ട് ചെയ്യുന്നത് ബൈ ആനുവലി. തീം എന്താണ്? ഇപ്പോഴത്തെ ട്രെയിനിങ് കോർപ്പറേഷൻ മിറ്റിഗേറ്റ് കോമൺ മാരിടൈം സെക്യൂരിറ്റി ചലഞ്ചസ് ഇൻ ദ ഇന്ത്യൻ ഓഷ്യൻ റീജിയൻ ആണ്. ആൻഡ് 3rd എഡിഷൻ മഹാസാഗർ എന്താണ്? അറ്റൻഡഡ് ബൈ IOR ലിട്രോൾസ് വേഴ്സ് ബംഗ്ലാദേശ്, കമോസ് ആൻഡ് കെനിയ, മഡസാഗർ, മാൽഡിവ്സ്, മൗറീഷ്യസ്, മോൺസോംബിയ, ഷെയ്ച്ചല്ലി, ശ്രീലങ്ക ആൻഡ് ടാൻസാനിയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് 2013 ആക്ഷൻ പ്ലാൻ. എന്താണ്? ദ പ്രൊട്ടക്റ്റഡ് പ്ലാൻ റിപ്പോർട്ട് 2024 പ്രൊഡ്യൂസ്ഡ് ബൈ UNEP, വേൾഡ് കൺസർവേഷൻ മോണിറ്ററിംഗ് സെൻറ്റർ, UNEP, WCMC ആൻഡ് ദ IUCN ആൻഡ് ഇറ്റ്സ് വേൾഡ് കമ്മീഷൻ ഓൺ പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ഈസ് ദ ഫസ്റ്റ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ ഓഫ് ദ ഗ്ലോബൽ സ്റ്റാറ്റസ് ഓഫ് പ്രൊട്ടക്റ്റഡ് ആൻഡ് കൺസേർവ്ഡ് ഏരിയാസ് ആണ്. ഓക്കെ, ഇതിൽ ഓൾറെഡി ഈ ആക്ഷൻ ടാർഗറ്റൊക്കെ നമ്മൾ പല കറണ്ട് അഫയേഴ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ജസ്റ്റ് വീണ്ടും നിങ്ങൾക്ക് കൊടുത്തിട്ട് ജസ്റ്റ് എന്ത് ചെയ്യാമെന്ന് വായിച്ചു നോക്കുക. ഇത് വീണ്ടും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നെക്സ്റ്റ് വൺ എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ റിലേറ്റഡ് ടു റൈറ്റ് ടു പ്രോപ്പർട്ടി. എന്താണ്? ദ റീസെൻ്റ്ലി സുപ്രീം കോർട്ട് ദ പ്രോപ്പർട്ടി ഓണേഴ്സ് അസോസിയേഷൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര കേസ് set limits on the government power to take over privately owned resources for public distribution ആണ്. നമുക്കറിയാം ഇത് ഓൾറെഡി എന്താണ്? ആർട്ടിക്കിൾ 31 ഫസ്റ്റ് അമെൻമെൻറ്റ് ആക്ട് 31A 31 9th ഷെഡ്യൂൾ. ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ച തൊട്ട് മുമ്പത്തെ ആഴ്ച നമ്മൾ ഓൾറെഡി കറണ്ട് അഫയേഴ്സിൽ കൊടുത്തിട്ടുള്ളൊരു ഭാഗമാണ്. ജസ്റ്റ് എന്ത് ചെയ്യാൻ നോക്കുക. നെക്സ്റ്റ് ലാസ്റ്റ് വൺ എന്താണ്? CPTPP. എന്താണ്? ദ റീസെൻ്റ്ലി CEO ഓഫ് നീതി ആയോഗ് എക്സ്പ്രസ്ഡ് സപ്പോർട്ട് ഫോർ ഇന്ത്യാസ് ഇൻക്ലൂഷൻ ഇൻ ദ Regional Comprehensive Economic Partnership RCEP and Comprehensive Progressive Arrangement for Trans-Pacific Partnership. Okay. ഇതെന്താണ്? ദ കോംപ്രഹെൻസീവ് പ്രോഗ്രസ് അഗ്രിമെൻറ്റ് ട്രാൻസ്-പസഫിക് പാർട്ണർഷിപ്പ് ഈസ് ദ ട്രേഡ് അഗ്രിമെൻ്റ് ആണ്. 11 കൺട്രീസ് ആണുള്ള. ആരൊക്കെയാണ്? ഓസ്ട്രേലിയ, ബുറൈനി, ജെറുസലേം, കാനഡ, ചൈലി, ജപ്പാൻ, മലേഷ്യ, മെക്സിക്കോ, പെറു, ന്യൂസിലാൻഡ്, സിംഗപ്പൂർ ആൻഡ് വിയറ്റ്നാം ആണ്. അതുപോലെ CPTPP ഒഫീഷ്യലി സൈൻ ചെയ്യുന്നതാണ് 8th March 2008 ആണ്. ഇവിടെ വെച്ചിട്ട് സാന്റിയാഗോ, ചിലി, മാർക്കിംഗ് ദ സിഗ്നിഫിക്കൻറ്റ് സ്റ്റെപ്പ് ഇൻ ദ റീജിയണൽ ട്രേഡ് കോർപ്പറേഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാറുള്ളത്? പ്രധാനമായിട്ടും ഈ ആഴ്ചത്തെ കറണ്ട് അഫെയർ നമുക്ക് എന്ത് ചെയ്യാറുള്ളത് നോക്കാറുള്ളത്. ഓക്കെ.